അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ മദീന മണൽത്തരികളാൽ അനുഗ്രഹീതമായി തീർന്ന ഏർവാടി ശുഹദാക്കളെ ഹദറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബു സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവിടുത്തെ അനുചരന്മാരായ ശുഹദാക്കൾ ഔലിയാക്കൾ അള്ളാഹുവിടത്തൊക്കെ ദറജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ മദത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹപര വിജയം നന്നാക്കി തരുമാറാകട്ടെ. നമ്മിലും നമ്മോട് ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹറുകളും അള്ളാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ശാരീരിക മാനസിക പൈശാചിക ഷെറുകളൊക്കെ നീക്കി റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമാക്കപ്പെട്ട ഏർവാടി മണ്ണിൽ നാം ഒരുപാട് കാലങ്ങളായി സിഹറെന്ന മുസീബത്തുകളെ കൊണ്ടും മാറാവാദി രോഗങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സിഹറെന്ന മുസീബത്ത് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരേ ഒരു ഇടം, അത് ഖുത്ബു സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുചരന്മാരായ ശുഹദാക്കൾ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏർവാടി മണ്ണാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിനെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ ആത്മീയ ചൂഷകരായ മുസ്ലിയാക്കന്മാരും കള്ള ബീവി ചമഞ്ഞ സഹോദരിമാരായ സ്ത്രീകൾ ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകളെ ഏർവാടി മണ്ണിൽ കൊടുന്ന് വഞ്ചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് കഴിഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓരോ ആത്മീയ ചൂഷകരും ഈ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ മാസം മാസം പാവപ്പെട്ട ആളുകളെ കൊടുന്ന് ഏർവാടി മണ്ണിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോകുന്നത് പരിസര പ്രദേശങ്ങളിലുള്ള മക്കാമുകളിലേക്കാണ്. എല്ലാം അല്ലാഹുവിൻ്റെ ഔലിയാക്കളും ശുഹദാക്കളും തന്നെയാണ്. പക്ഷേ നാം മുൻകാലങ്ങളിലൊക്കെ ഏർവാടി ശുഹദാക്കളെ മണ്ണിൽ നാം കണ്ടുകൊണ്ടിരുന്നത് സിഹിറെന്ന മുസീബത്തുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ സിഹിർ ബാത്തിലായി കിട്ടിയിരുന്നത്, കേസ് ബാത്തിലായി കണ്ടുകൊണ്ടിരുന്നത് ഖുത്ബു സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് അവിടുത്തെ ദർഗാ ഷരീഫിൻ്റെ മുന്നിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കോടതി, ആ കോടതിയിൽ വെച്ചിട്ടാണ് സിഹിറെന്ന മുസീബത്ത് ബാത്തിലാക്കിയിരുന്നത്. ശൈത്താനെ വെട്ടി നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കറാമത്തായിരുന്നു. ഇന്ന് ഈ ആത്മീയ ചൂഷകരായ മുസ്ലിയാക്കന്മാരും ബീവിമാരും ചമഞ്ഞവർ ഇന്ന് അവിടെ വെച്ച് വെട്ടാതെ, അവിടെ വെച്ച് ബാത്തിലാക്കാതെ പരിസര പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന മണൽ തരി അന്തി ഉറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഏർവാടി മണ്ണ് ഒരു രൂപ മേടിക്കാതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ മുത്തു ശുഹദാക്കൾ ഇന്ന് വലിയ വലിയ പൈസ കൊടുത്ത് മറ്റുള്ളവർക്കൊക്കെ പൈസ വാഗ്ദാനം നൽകി തൊട്ടടുത്തുള്ള മായംകുളത്ത്, അതല്ലെങ്കിൽ അർക്കാസുമ്മാ ബീവി, അതല്ലെങ്കിൽ വാൽനോക്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്തി ഉറങ്ങി നമ്മുടെ സഹോദരിമാരെ ആത്മീയമായി ചൂഷണം ചെയ്യുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാർ ഇറങ്ങിയ കാലഘട്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഏർവാടി മണ്ണിലേക്ക് ആത്മീയ ചികിത്സയ്ക്ക് വരുന്ന സഹോദരിമാർ, സഹോദരന്മാർ, സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ വളരെ അനാശാസ്യത്തിന് പോലും കൊണ്ടുപോകുന്ന രൂപമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
വളരെയധികം ചിന്തിക്കണം. ആത്മീയമായി മഹാന്മാരെ ഹദ്റത്തിൽ വരുമ്പോൾ അതിൻ്റെ ചിട്ടയും ആ ശരീഅത്തും ഇസ്ലാമിക നിയമവും ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടത്തണം. മുസ്ലിയാക്കന്മാർ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹദ്റത്തിൽ വന്നാൽ ഈ ഹദ്റത്തിൽ അവർക്കൊരു ആത്മീയ ചികിത്സയില്ലാതെ കള്ളന്മാരായ സേവിക്കുന്ന ആത്മീയ ചൂഷകരായ മുസ്ലിയാക്കന്മാരും കള്ളബീവികളും ഇന്ന് മറ്റുള്ള പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി വലിയ പൈസ സമ്പാദിക്കുന്ന ഒരു കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഏർവാടി മണ്ണിൽ അന്തി ഉറങ്ങുന്നതിന് 1000 വേണ്ട, 2000 വേണ്ട, 100 രൂപ വേണ്ട, 10 രൂപ വേണ്ട. ആ മദീന മൺതരകളിൽ കെടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നാടുകളിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്ന് അന്തി ഉറങ്ങുന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ട മണ്ണ്. നമ്മുടെ കേരളക്കരയിൽ നിന്നുള്ള ആത്മീയ ചൂഷകർ പരിസര പ്രദേശങ്ങളിൽ ഇന്ന് മായംകുളത്തൊക്കെ പോയി അന്ത്യവിശ്രമം അവിടെ അന്ത്യം ഉറങ്ങുന്നു. പൈസ കൊടുത്ത് 1000, 2000, 10000, 4000, 5000 ഒക്കെ പൈസ കൊടുത്ത് ആത്മീയ ചൂഷണം നടത്തുന്നു. എന്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഏർവാടി മണ്ണിൽ ബാദഷാ ഉപ്പാപ്പാൻ്റെ ഹദ്റത്തിൽ അവർ കേസ് വെട്ടുന്നില്ല? എന്തുകൊണ്ട് അവർ കേസെടുക്കുന്നില്ല? അവരെന്തിൻ്റെ ആവശ്യത്തിനാണ് പരിശുദ്ധമായ ഈ മണ്ണുപേക്ഷിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ മഹാന്മാരെ പേരും പറഞ്ഞ് നാട്ടിൽ നിന്ന് വന്ന് അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്തിനു കൊണ്ടുപോകുന്നു? ഈ ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിയുമോ? മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾ, നമ്മുടെ മുൻഗാമികളൊക്കെ കേസ് ബാത്തിലാക്കിയിരുന്നത്, ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഏർവാടി മണ്ണിലാണ്, കാട്ടുപള്ളിയിലാണ്. ബഹുമാനപ്പെട്ട അവിടുത്തെ ഉപ്പാപ്പാൻ്റെ മന്ത്രിയായ അബ്ബാസ് മന്ത്രി, അവിടുത്തെ ഡോക്ടർമാരായ അബ്ദുൽ ഹക്കീം ഡോക്ടർ ഉപ്പാപ്പ, അതുപോലെ തന്നെ ഒരുപാട് മഹതിമഹാന്മാർ ഏർവാടി മണ്ണിൻ്റെ തൊട്ടടുത്തു തന്നെ കാട്ടുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇതൊന്നും മതിയാവാതെ ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ അന്ത്യരാത്രിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കേസാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ചൂഷണം നടത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ആത്മീയ ചൂഷണത്തിന് നാം ഒരിക്കലും വഴിവെച്ചു പോകരുത്, കൂട്ടുനിന്ന് പോകരുത്. നമ്മുടെ മക്കളെ ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ അനാശാസ്യം പ്രവർത്തനം പോലും നടത്തുന്ന ഓരോ കാര്യങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് സൗകര്യം കിട്ടാൻ ഏർവാടി മണ്ണിൽ അവർക്ക് കിട്ടാത്തത് കൊണ്ട് പരിസര പ്രദേശങ്ങളിലേക്ക് ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ നമ്മുടെ പെൺമക്കളെ ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ വഴിതെറ്റിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് വിനയത്തോടെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ സിഹറുകളും ബാത്തിലാക്കാൻ കഴിയുന്ന മഹാന്മാർ ആണ് ഏർവാടി മണ്ണിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാദുഷാ ഉപ്പാപ്പയും അതിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കാട്ടുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി മഹാന്മാരുണ്ട്. ഇതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് ആളുകളെ തട്ടിക്കൂട്ടി ബസ്സൊപ്പിച്ച് അതുപോലെ വണ്ടിയൊപ്പിച്ച് കൂട്ടിക്കൊടുന്ന് ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയല്ലാതെ, നിങ്ങൾ നോക്ക്, ഈ കള്ള മജ്ലിസുകൾ എന്താണ്? എൻ്റെ സഹോദരന്മാർ ചോദിക്കും, എങ്ങനെയാണ് കള്ള മജ്ലിസ് എന്ന് പറയുന്നത്? സഹോദരന്മാരെ, ആ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഇല്ലാത്ത ഒരുത്തനും ആത്മീയമായി മുന്നോട്ട് മഹാന്മാർ ഒരു മതവും അവർക്കുണ്ടാവില്ല. അവർ ആത്മീയമായി വഞ്ചിക്കുകയാണ്. ആത്മീയമായ മഹാന്മാരെ മദത് കിട്ടണമെങ്കിൽ ഒരു ഇസ്ലാമിയത്ത് വേണ്ടി. സഹോദരന്മാരെ, തൊട്ടടുത്തൊക്കെ നിങ്ങൾ നോക്ക്, ഓരോരുത്തരെ പരിശോധിച്ചാലും അവർ ആത്മീയമായി അള്ളാഹുവിനൊന്ന് ഇബാദത്ത് ചെയ്യാൻ പോലും ഇല്ലാത്ത നമ്മുടെ ആത്മീയ ചൂഷകരാണ് ഇന്ന് നമ്മളെ മക്കളെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരീഅത്തില്ല, അവർ പറയുന്നത് ഇവിടെ മണ്ണിൽ ശരീഅത്ത് വേണ്ട എന്ന് പറഞ്ഞ ആത്മീയ ചൂഷകരൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി നിങ്ങളുടെ മുന്നിലേക്ക് അതിൻ്റെ തെളിവ് സഹിതമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ മഹാന്മാരെ മദത് ഉള്ള
ഒരാത്മീയ ചികിത്സ നാം നേടിയെടുക്കണം. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഏർവാടി മണ്ണിലേക്ക് വരുമ്പോൾ നാം ദൃഢമായി നിശ്ചയിച്ച് മഹാന്മാരെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് മഹാന്മാരെ സമൂഹത്തിൽ നിന്ന് കേസെടുത്ത് നമ്മുടെ കേസ് ബാക്കിലായി പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മീയ ചൂഷകരായ മുസ്ലിയാക്കന്മാരെയും കള്ളബീവികളെയും ആ ഫിത്ന ഫസാദിൽ നിന്ന് ആത്മവഞ്ചനയിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ആത്മീയമായി ചിന്തിച്ച് മഹാന്മാരുടെ അപകടത്തിലെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.